ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിനെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. താളത്തോട് ചേർന്ന്, ഗാനത്തോട് ചേർന്ന്, ഗായകരോട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധാരാളം ദൈവിക കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവവചനം നമ്മോട് പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുവാണ്, പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഉയർത്തി. എത്രത്തോളം ഉയർത്തി? എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമായിട്ട് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി. എന്തിനു വേണ്ടിയാ ഇപ്രകാരം ചെയ്തത്? എന്തിനു വേണ്ടി ഇങ്ങനെ ഉയർത്തിയത്? ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാ. അപ്പോ ഇന്ന് ഈ ലോകം ദൈവമായ കർത്താവിനെ യേശു ക്രിസ്തുവിൽ ആരാധിക്കുന്നതിന് വേണ്ടിയാ, യേശുനാമത്തെ ഏറ്റുപറയുന്നതിന് വേണ്ടിയാ, യേശുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയത്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി ഉയർത്തിയത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഈശോയെ സ്തുതിച്ചു പാടുമ്പോൾ, ഈശോയെ പുകഴ്ത്തുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ, യേശുനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് നാം നിറവേറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്ന സമയമാണ്. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം, പാടി ആരാധിക്കാം. യേശുനാമത്തെ പാടി ആരാധിച്ച് പുകഴ്ത്തി മഹത്വപ്പെടുത്താം. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ ഈശോയുടെ ദൈവമേ, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആനന്ദത്തോടെ പാടിക്കേ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഈശോയെ ആരാധിക്കാം, യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സർവശക്തനായ ദൈവമേ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ അധികാരമുള്ള യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ ആരാധിക്കട്ടെ, യേശുവിനെ ആരാധിച്ച് പാടട്ടെ. സർവശക്തനായവന്റെ നാമം ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ശക്തിയോട് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. കർത്താവേ, സർവശക്തനായ നിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുക. മരിച്ചുയർത്തെഴുന്നേറ്റവനായ നിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുക.
ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും നിന്നെ വിളിക്കുമ്പോ, നിന്നെ സ്തുതിക്കുമ്പോ, നിന്നെ ആരാധിക്കുമ്പോ ഉയർപ്പ് കടന്നു വരുന്നു, മഹിമ കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു. വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും അന്ധകാരം വരുമ്പോ, ഞങ്ങളുടെ ജീവിതത്തിലും മരണത്തിന്റെ നിഴലുകൾ കടന്നു വരുമ്പോ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും അസ്വസ്ഥതകൾ കടന്നു വരുമ്പോ അതിന്റെ മേൽ വിജയം നൽകി ഞങ്ങളെ ഉയർത്തണേ കർത്താവേ. വിജയം നൽകി ഞങ്ങൾക്ക് രക്ഷിക്കണേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശവും ശക്തിയും കടന്നു വരട്ടെ. ഈശോയെ 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 നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട്. ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഉയർപ്പുണ്ട്. ഈശോയെ നിന്റെ നാമത്തിൽ അഭിഷേകമുണ്ട്. ഈശോയെ 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 ഈശോയെ. വിശുദ്ധ ലൂക്കാസ് വിശേഷം 18-ാം അധ്യായം 32-33 വാക്യങ്ങൾ വചനപ്രകാരം പറയുന്നു. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. ഈശോയെ കുറിച്ച് ഈശോ തന്നെ പറയുന്ന വചനങ്ങളാണ്. ഈശോയെ, മനുഷ്യപുത്രനെ അവര് അപമാനിക്കും, തുപ്പും, അടിക്കും, പ്രഹരിക്കും. എന്നിട്ടോ അവർ അവനെ വധിച്ചാൽ എന്തു സംഭവിക്കും? വീണ്ടും ഈശോ പറയുക, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. സകലത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ പോലും അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി ഇതാ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവ പദ്ധതി ഈശോ വെളിപ്പെടുത്തുക. ഇനി ആ ദൈവ പദ്ധതിയെ കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതപ്പെട്ട ലേഖനത്തിൽ 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുകയാണ്, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു. അവൻ മരിച്ചവനാണ്, പക്ഷേ അവൻ വിജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ ഉദ്ധിതനാണ്. നാം വിശ്വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ദൈവത്തിലാണ്. നാം വിശ്വസിക്കുന്ന ഉദ്ധിതനായ ദൈവത്തിലാണ്. നാം ആശ്രയിക്കുന്നത് സർവശക്തനായ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിലാണ്. ഇന്നിന്റെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മെ അനുഗ്രഹിക്കാനും നമ്മുടെ തകർച്ചയും ദുരിതവും കഷ്ടപ്പാടും എവിടെയുമായിക്കോട്ടെ അവിടെ നിന്നൊക്കെ നമ്മെ കരം പിടിച്ചുയർത്താനും കഴിയുന്ന ദൈവത്തെ നാം വിശ്വസിക്കുക. ഈ വിശ്വാസം ജ്വലിക്കട്ടെ. എൻ്റെ ദൈവം ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കോട്ടെ അത് വെച്ച് ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനും എൻ്റെ ജീവിതത്തെ നന്മയാക്കി മാറ്റാനും കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. വിശ്വാസത്തോടെ ചേർന്ന് പാടി ആരാധിക്കുന്നു. വിശ്വാസതാണ്, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്നവനാണ്. എൻ്റെ ദൈവം എനിക്ക് രക്ഷ നൽകാൻ കഴിയുന്നവനാണ്, സർവശക്തനാണ്. വിശ്വാസത്തോടെ ചേർന്ന് പാടി ആരാധിക്കാം. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. 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 ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആനന്ദത്തോടെ പാടി, അഭിഷേകത്തോടെ പാടി, വിശ്വാസത്തോടെ പാടി അധികാരമുള്ളവനെ, എല്ലാ തരങ്ങളും ആരാധിക്കട്ടെ. ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സർവ്വ ഹൃദയങ്ങളിൽ നിന്ന് ദൈവാരാധന ഉയരട്ടെ. യേശുവിനെ അധികാരമുള്ളവനെ, ഈശോയേ
വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ. എല്ലാ തരങ്ങളും ഈശോയെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ച് മാലാഖമാരുടെ ഭാഷയിൽ ഹല്ലേലൂയ പദത്തിൽ സ്തുതിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ തരങ്ങളും കർത്താവിനെ വിളിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ വിളിക്കട്ടെ. നിന്നെ രക്ഷിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ നിന്റെ മുമ്പിലുണ്ട്. അന്ധനായ ബർത്തമ്യൂസ് വിളിച്ചപേക്ഷിച്ചില്ലേ? അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വന്നില്ലേ? അങ്ങനെയെങ്കിൽ നീ വിളിച്ചോ, നിന്റെ ജീവിതത്തിൽ രക്ഷ കടന്നു വരും. നീ വിശ്വസിക്ക്, നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്ക്. നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവൻ, സർവശക്തനായവൻ നിന്റെ മുകളിലുണ്ട്, നിന്റെ മുമ്പിലുണ്ട്. അന്നാ രക്തസ്രാവക്കാരി സ്ത്രീ അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു, ഞാൻ എൻ്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ച എനിക്ക് സൗഖ്യമുണ്ട്. അവളുടെ വിശ്വാസം അവൾക്ക് രക്ഷയായിട്ട് മാറി. അവളുടെ വിശ്വാസം നിരന്തര വർഷങ്ങളായിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ വേദനയിൽ നിന്ന് വിടുതലായിട്ട് മാറിയില്ലേ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നീയോ നിന്റെ കുടുംബമോ രോഗപീഠയിലാണോ കഴിയുന്നത്? ഘോരമാം വേദനയാണോ കഴിയുന്നത്? അനേകം നാളുകളായിട്ട് വിട്ടുപോകാത്ത രോഗപീഠകളും തകർച്ചകളും നിന്റെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ നീ വിശ്വസിക്ക്, നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും. നിന്റെ കർത്താവിന് ഉള്ളുകൊണ്ട് നീ വിളിക്കുവാണെങ്കിൽ, ഉള്ളുകൊണ്ട് വിശ്വസിച്ച് വിളിക്കുവാണെങ്കിൽ നിനക്കും സൗഖ്യമുണ്ട്. നിന്നെയും സുഖപ്പെടുത്താൻ വേണ്ടിയാ അവൻ കുരിശിൽ മരിച്ച്, നിന്നെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ, നിന്റെ രോഗത്തിനും സൗഖ്യത്തിനു വേണ്ടിയാ അവൻ രക്തം ചിന്തിയത്. ഈശോയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ്, എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവായ ഈശോ. ഈശോയെ 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 ഈശോയെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഇതാ ഈശോയെ കാണുമ്പോ യോഹന്നാൻ പറയുവാണ്, സ്നാപക യോഹന്നാന്റെ വാക്കുകൾ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്ന കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോയെ നോക്കി പറയുക, ഇവൻ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ. ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാടാ. ഇവനിലൂടെ, ഇവന്റെ രക്തത്തിലൂടെ, ഇവന്റെ ബലിയിലൂടെ, ഇവനിൽ ആശ്രയിക്കുന്നതിലൂടെ പാപം മാറും. പാപം മാറും എന്ന് പറഞ്ഞാൽ പാപം മൂലം കടന്നു വന്ന സകല തകർച്ചകളും സകല വേദനകളും സകല നഷ്ടങ്ങളും ഇവനിലൂടെ മാറിപ്പോകും. വിശ്വസിക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നഷ്ടങ്ങൾ, തകർച്ചകൾ കടന്നു വരുന്നതിന് കാരണമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപങ്ങൾക്ക് നിന്നെല്ലാം വിടുതൽ നൽകാൻ വേണ്ടിയാ ഈശോ കുരിശിന്മേൽ മരിച്ചത്. അതുകൊണ്ടാണ് അവന്റെ മുറിവിനെ നോക്കിയിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുക, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. ഗാനത്തോട് ചേർന്ന് വിശ്വസിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ഈശോയുടെ നാമത്തിന്റെ യോഗ്യതയാൽ എൻ്റെ ഈശോ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഈശോ ഞാൻ ആരാധിക്കുന്നുണ്ട്, എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് രക്ഷയുണ്ട്. ചേർന്ന് പാടി ആരാധിക്കുന്നു. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സേവിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സ്നേഹത്തോടെ ചേർന്ന് പാടി. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും എല്ലാ തരങ്ങളും ചേർന്ന് പാടി. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും സ്നേഹത്തോടെ ആരാധിച്ച് ചെന്ന് പാടി. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. ഈശോയെ ദൈവമേ, ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. സർവശക്തിയോടുകൂടെ ഞാൻ ആരാധിക്കാം ദൈവ കുഞ്ഞാടിനെ, ഈശോയെ എന്റെ ദൈവത്തെ യേശുവിനെ, അധികാരമുള്ളവനെ. പാടിക്കേ, പ്രാർത്ഥിച്ചേ, ആരാധിച്ചേ. ദൈവ കുഞ്ഞാടിനെ, ആരിലും
കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാ ഹൃദയങ്ങളും കർത്താവിൽ ആനന്ദിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. രക്ഷകനായ ദൈവത്തെ വിളിക്കട്ടെ. എല്ലാ നാവുകളും വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. രക്ഷകനായ ദൈവത്തെ വിളിക്കട്ടെ. എല്ലാ അധരങ്ങളും വിളിക്കട്ടെ. വിശ്വാസത്തോടെ സ്നേഹത്തോടെ വിളിക്കട്ടെ. ഞാൻ പാപം ചെയ്തിട്ടും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും എന്റെ ദൈവം ധൂർത്തപുത്രനെ തേടി വന്ന പോലെ തേടി വന്നു, മാറോടണച്ചു എന്ന വിശ്വാസത്തോടെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച, ഇന്ന് ഞാൻ അനുദപിച്ച, ഇന്ന് ഞാൻ ദൈവത്തോട് ചേർന്നേക്കുവാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നൽകുന്ന സ്നേഹമുള്ള പിതാവാണ് എന്റെ ദൈവം എന്ന വിശ്വാസം. എല്ലാ അധരങ്ങളും പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാ അധരങ്ങളും വിളിക്കട്ടെ. രക്ഷകനായ യേശുവിനെ വിളിക്കട്ടെ. സ്വയം 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 സ്വയം. വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം വചനം പറയുന്നു, ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേർ. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ഇന്ന് ഈ ലോകത്തിൽ വെച്ച് കർത്താവായ യേശുവിനെ ഏറ്റുപറയുന്നവർ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ, അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാ, കുഞ്ഞാടിന്റെ കൂടെ ഞാൻ ഒരു പറ്റം ആളുകളെ കണ്ടു. ഘനപുസ്തകം പറയുക, അവരുടെ നെറ്റിയില് അവന്റെ നാമമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ആരാധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തെ പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട്. ദൈവത്തിന്റെ വചനം ഉറപ്പ് തരുക. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടുകൂടെ, ആ വിശ്വാസത്തോടു കൂടെ നമുക്ക് ആരാധിക്കാം. എൻ്റെ ഈശോ എന്നെ രക്ഷിക്കുന്നവൻ, എൻ്റെ ഈശോ എനിക്കായി സ്വർഗീയ ഭവനം ഒരുക്കി കാത്തിരിക്കുന്നവൻ, എൻ്റെ ഈശോ എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗീയ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ. ആ ഈശോയിൽ ആനന്ദിക്കട്ടെ, ആ ഈശോയിൽ ആശ്രയിക്കട്ടെ, ആ ഈശോയോട് ചേർന്ന് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. സന്തോഷത്തോടെ പാടി. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിച്ചു പാടി. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സർവ്വമധ്യതയും ദൈവമാതാവേ, യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആനന്ദത്തോടെ സന്തോഷത്തോടെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. രക്ഷകനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സകല ജനതകളുടെ മേൽ അധികാരമുള്ള ദൈവമേ, സകല ഭക്തരെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഈശോയെ, ഈശോയെ, യേശുവേ,
യേശുവേ, യേശുവേ, എല്ലാ നാമത്തിലും യേശുവിനെ വിളിക്കട്ടെ. എല്ലാ അതരങ്ങളെയും യേശുനാമം ഉയരട്ടെ. എല്ലാ ഹൃദയവും ആനന്ദത്തോടെ ആരാധിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ ആരാധിക്കട്ടെ. സ്തുതിച്ച് സ്തുതിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവേ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കണേ. ഈശോയെ പ്രകാശത്താൽ നിറയ്ക്കണേ. ഈശോയെ പ്രകാശത്തിന്റെ ഫലങ്ങൾ വന്ന് നിറയട്ടെ. ഈശോയെ അന്ധകാരം മാറട്ടെ. അന്ധകാരത്തിന്റെ ഫലങ്ങളെല്ലാം മാറിപ്പോകട്ടെ. വെറുപ്പ്, വിദ്വേഷം മാറിപ്പോകട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. അസ്വസ്ഥതകൾ, കലഹങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയെ രോഗപീഠയിൽ കഴിയുന്ന എല്ലാവരെയും നിന്റെ അധികാരമുള്ള നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. രക്ഷകരമായ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ആസ്വദിക്കുന്നു. സൗഖ്യം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഈശോയെ, ദീർഘനാളായിട്ട് അധ്വാനിച്ചിട്ടും അധ്വാന മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ തകർച്ച നേരിടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. യേശു നാമത്തിൽ അധ്വാനത്തിന് ഫലം ഉണ്ടാകട്ടെ. ഈശോയെ, ദാമ്പത്യങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, മക്കളില്ലാത്ത ദമ്പതികളെ ആശീർവദിക്കുന്നു. ഉദരഫലം ഉണ്ടാകട്ടെ, മക്കളുണ്ടാകട്ടെ. ഈശോയെ, 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 ഈശോയെ. സർവശക്തനായ കർത്താവിന്റെ നാമത്തിന് എന്നും എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും നിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും നിന്നെ ആരാധിക്കുകയും ചെയ്യുന്ന സകലത്തിലേക്കും സ്വർഗീയ ശക്തി കടന്നു വരട്ടെ. അങ്ങനെ യേശു നാമത്തിന്റെ മഹത്വമായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന എല്ലാവരും മാറട്ടെ. ഈശോയെ, ഞങ്ങളെ കാണുന്നവർ ദൈവത്തിലേക്ക് അടുക്കാൻ, ഞങ്ങളെ കാണുന്നവർ പ്രാർത്ഥനയുടെ ഫലം മനസ്സിലാക്കാൻ ഇടയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.